നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ BRCയിലെ വിദ്യാലയങ്ങളിലേക്ക് കിഡ്സ് അത്ലറ്റിക് കിറ്റുകൾ വിതരണം ചെയ്തു. ചടങ്ങിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ ദീപക് നിർവഹിച്ചു. മ്രാല സെന്റ് പീറ്റർ ആൻഡ് പോൾ ദേവാലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സായാഹ്ന സമ്മേളനം നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ സാംസ്കാരിക വകുപ്പിന്റെ സൗജന്യ കലാപരിശീലനം ആരംഭിച്ചു. പരിപാടിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം മണക്കാട് ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടന്നു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി വനം വകുപ്പിലെ വനിതാ ബീറ്റ് ഓഫീസർമാർക്കും വാച്ചർമാർക്കുമായി സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സതീദേവി. ഇടുക്കി മെഡിക്കൽ കോളേജ് പരിസരം കാടുമൂടി ഇഴജന്തുക്കളുടെ താവളമായി. പരിസര ശുചീകരണ കരാറുകാരുടെ അനാസ്ഥയാണ് ഈ സ്ഥിതിക്ക് കാരണം. വാർത്തകൾ വിശദമായി. തൊടുപുഴ BRCയിലെ വിദ്യാലയങ്ങളിലേക്ക് കിഡ്സ് അത്ലറ്റിക് കിറ്റുകൾ വിതരണം ചെയ്തു. തൊടുപുഴ ഡോക്ടർ APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിന് ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ ദീപക് നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസും വിദ്യാർത്ഥികളും ചേർന്ന് കിറ്റ് ഏറ്റുവാങ്ങി. കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര ശിക്ഷ കേരളം സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലേക്കും കിഡ്സ് അത്ലറ്റിക് കിറ്റുകൾ വിതരണം ചെയ്യുന്നു. പൊതുവിദ്യാഭ്യാസ രംഗം മികച്ചതാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായാണ് കിഡ്സ് അത്ലറ്റിക് കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. പ്രീ പ്രൈമറി 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് കിറ്റുകൾ നൽകുന്നത്. തൊടുപുഴ BRCയുടെ കീഴിലുള്ള 31 സ്കൂളുകളിലേക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. അത്ലറ്റിക് കിറ്റുകളുടെ വിതരണോദ്ഘാടനം തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക് നിർവഹിച്ചു. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കായിക രംഗത്തേക്ക് കൂടി കടന്നു വരുന്നതിനുള്ള ഒരു അവസരമൊരുക്കുക എന്ന ലക്ഷ്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, കുട്ടികളുടെ കായികക്ഷമതയും അവരുടെ ആരോഗ്യവുമൊക്കെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോയി അവരെ നല്ല ഒരു തലമുറയായി വാർത്തെടുക്കുന്നതിന് ഇത്തരത്തിലുള്ള പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഏറ്റവും ഉചിതമായ ഒരു കാര്യമാണ്. തൊടുപുഴയിലെ ഏതാണ്ട് 31 സ്കൂളുകൾക്കാണ് ഇന്ന് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്യുന്നത്. പഠനത്തോടൊപ്പം കായികപരമായും കലാപരമായും ഒക്കെ നമ്മുടെ കുട്ടികളെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. പുതിയ സംവിധാനങ്ങളും പുതിയ ടെക്നോളജിയും ഒക്കെ ആയി നമ്മുടെ തലമുറ സാധാരണ ഒരു വിദ്യാർത്ഥിയുടെ കഴിവിനെ അപേക്ഷിച്ച് കൂടുതലായ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുന്ന പല മേഖലകളും നമുക്കുണ്ട്. എന്നിരുന്നാലും അതുപോലെ തന്നെ മറ്റ് മോശമായ വശങ്ങളിലേക്കൊക്കെ മാറി ചിന്തിക്കുന്ന അല്ലെങ്കിൽ മാറിപ്പോകുന്ന ഒരു സാഹചര്യവും ഇന്ന് നമ്മൾ കണ്ടുവരുന്നുണ്ട്. തൊടുപുഴ ഡോക്ടർ APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസും വിദ്യാർത്ഥികളും ചേർന്ന് കിറ്റുകൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ SSK ഇടുക്കി DPC AM ഷാജഹാൻ, തൊടുപുഴ BRC BPC അനിൽകുമാർ MR, CRCC ഉഷ രാജീവ്, ട്രെയിനർ രജികുമാർ PN എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മ്രാല സെന്റ് പീറ്റർ ആൻഡ് പോൾ ദേവാലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സായാഹ്ന സമ്മേളനം നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ജൂബിലി കുർബാന അർപ്പിച്ചു. മ്രാല സെന്റ് പീറ്റർ ആൻഡ് പോൾ ദേവാലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ജൂബിലി കുർബാന അർപ്പിച്ചു. തുടർന്ന് സായാഹ്ന സമ്മേളനം നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇടവക ദേവാലയങ്ങൾ എക്കാലവും കേരളീയ ചരിത്രത്തിൽ നിരവധിയാർന്ന ഒരുപാട് സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രത്യേകിച്ചും കാർഷിക മേഖലയിൽ ജനതയ്ക്ക് എന്നും എക്കാലവും പ്രചോദനമായിട്ടുള്ളത് ഈ കൂട്ടായ്മയുടെ കരുത്താണ്. അപ്പോൾ ആ തരത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു വിടുതൽ പ്രാപിക്കാൻ
ദൈവവിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ആത്മീയതയിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗവും നമുക്കില്ല. ആ തരത്തിൽ കൂടുതൽ ആത്മീയത സമൂഹത്തിൽ പടർത്തുന്നതിന് വേണ്ടിയും അതോടൊപ്പം ഇനിയും എത്രയോ കാലങ്ങൾ ഈ ലോകമുള്ളിടത്തോളം ഈ ഇടവക കുടുംബം ഈ തരത്തിൽ നിലനിൽക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുതിച്ചുചാട്ടത്തിന് ഒരു നല്ല തുടക്കമായി ഈ ജൂബിലി വർഷം മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. മാർ ജോർജ് മർത്തിക്കണ്ടത്തിൽ മുഖ്യാതിഥിയായിരുന്നു. ഈ ഒരു മ്രാല ഇടവക സമൂഹം വളരെ ഒരുമയോടുകൂടി നല്ല കൂട്ടായ്മയിൽ ഈ ജൂബിലി ആഘോഷിക്കാൻ ഒരുങ്ങി എന്നുള്ളത് 2 മാസമായുള്ള വികാരിച്ചും വന്നിട്ട് അതിന് മുമ്പുള്ള വികാരിയച്ഛനും അതോടൊപ്പം തന്നെ ഇടവക ജനങ്ങളും നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് മഴ പെയ്തത്. മഴ ദൈവാനുഗ്രഹമാണ് അല്ലേ? എത്രയോ പേര് മഴ കിട്ടാതെ വിഷമിക്കുന്നു. പക്ഷേ ഒരു ശല്യം ഉണ്ടായില്ല നമുക്കിപ്പം. ഇപ്പം മഴയില്ല, നല്ല കാലാവസ്ഥ. അതുകൊണ്ട് ദൈവം നൽകുന്നതെല്ലാം നന്മയ്ക്കാണെന്ന് കരുതിക്കോണം. നാം സുവിശേഷത്തിൽ വായിച്ച് കേട്ടതുപോലെ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടായ്മ, അതിനാണ് നിങ്ങളെ അഭിനന്ദിക്കുന്നത്. 75 വർഷക്കാലം ദൈവം ഈ കൂട്ടായ്മയെ ഒരുമിച്ച് നിർത്തി. ഇത് മുന്നോട്ട് പോകും തോറും കൂടുതൽ ഐക്യവും സ്നേഹവും സന്തോഷവും പ്രത്യാശയുമുള്ള ഒരു ഇടവക സമൂഹമായി മുന്നോട്ട് പോകണം. ഫാദർ ജെയിംസ് പനച്ചിക്കൽ, വികാരി ഫാദർ ഷാജി പൂത്തറ, സണ്ണി പച്ചിക്കര, ജോമാൻ മുടക്കോടിൽ, നിമിച്ചൻ വടക്കുംചേരിൽ, ജിനു എടൂർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മ്രാല സെന്റ് പീറ്റർ ആൻഡ് പോൾ ദേവാലയത്തിന്റെ 1 വർഷമായി നടന്നുവന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. സമാപന സമ്മേളനം മിയാവ് രൂപത ബിഷപ്പ് മാർ ജോർജ് പള്ളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ജൂബിലി സ്മാരകമായി നിർമ്മിച്ചു നൽകിയ കാരുണ്യ ഭവനങ്ങളുടെ വെഞ്ചരിപ്പ് മാർ ജോർജ് പള്ളിപ്പറമ്പിൽ നിർവഹിച്ചു. മ്രാല സെന്റ് പീറ്റർ ആൻഡ് പോൾ ദേവാലയത്തിന്റെ 1 വർഷമായി നടന്നുവന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് പ്രൗഢോജ്വല സമാപനം. മാതൃ ഇടവകയായ തൊടുപുഴ ചുങ്കംപള്ളിയിൽ നിന്നും ദീപശിഖ പ്രയാണത്തോടെ ആരംഭിച്ച് കോട്ടയം അതിരൂപത സഹായം മെത്രാൻ മാർ ജോസഫ് പണ്ടാർശ്ശേരിൽ ഉദ്ഘാടനം ചെയ്ത ജൂബിലി ആഘോഷങ്ങൾക്കാണ് സമാപനമായത്. സമാപന സമ്മേളനം മിയാവ് രൂപത ബിഷപ്പ് മാർ ജോർജ് പള്ളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഒരു കുടുംബത്തിൻ്റെ ഒരു ഫീലിംഗ് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇടവകയിൽ നിന്ന് ഒരു കാലത്ത് കുറേ പേർക്ക് ഇലക്ട്രിസിറ്റി ബോർഡിലും അവിടെ ഇവിടെയൊക്കെ ജോലി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ കാരണം നമ്മുടെ സ്വന്തം ഇടവകയിലുള്ളവരാണ്. അവർ അന്നത്തെ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിച്ചു, അവരെ സഹായിച്ചു, അവർക്ക് ജോലി കിട്ടാനായിട്ട് സകല പണി ചെയ്തു കൊടുത്തു. അതുകൊണ്ട് ഇന്ന് നമ്മളുടെ ഇന്നത്തെ വിദ്യാഭ്യാസവും സാമ്പത്തികവുമായ ലെവലിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതേപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു സൗഹൃദം, ആ ഒരു കുടുംബം പോലെയുള്ള ആ എക്സ്പീരിയൻസ് നമ്മൾ നിലനിർത്തിയില്ലെങ്കിൽ നമ്മളുടെ എല്ലാ ശ്രമങ്ങളും തോൽവി തന്നെയാകും. നമ്മളുടെ മാതാപിതാക്കന്മാർ, പൂർവികർ തീർച്ചയായിട്ടും ഈ കുടുംബ സൗഹൃദവും അയൽവാസി സൗഹൃദവും നിലനിർത്തി. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ എവിടെയാണോ അവിടെ എത്തിയിരിക്കുന്നത്. കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സുവനീർ പ്രകാശനം മാർ മാത്യു മൂലക്കാട്ട് നിർവഹിച്ചു. ജൂബിലി സ്മാരകമായി നിർമ്മിച്ചു നൽകിയ കാരുണ്യ ഭവനങ്ങളുടെ വെഞ്ചരിപ്പ് മാർ ജോർജ് പള്ളിപ്പറമ്പിൽ നിർവഹിച്ചു. ഫാദർ ബിജി പല്ലോന്നിൽ, ഫാദർ ഷാജി പൂത്തറ, ഫാദർ തോമസ് കീന്തനാനിയിൽ, ഫാദർ ഷാജു ചാമപ്പാറ, ഫാദർ സിജോ കൊണ്ടാടും പടവിൽ, സിസ്റ്റർ ഇമാക്കുലേറ്റ് SVM, കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് KK തോമസ്, സണ്ണി പച്ചിക്കര, അനൂപ് മുല്ലപ്പള്ളിൽ, നിമിച്ചൻ വടക്കുംചേരിൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കലാസന്ധ്യയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഞാറക്കാട് സെന്റ് ജോസഫ് ഇടവക സൺഡേ സ്കൂളിന്റെയും വിവിധ ഭക്ത സംഘടനകളുടെയും സംയുക്ത വാർഷികവും എൻഡോവ്മെന്റ് വിതരണവും നടത്തി. മൂവാറ്റുപുഴ കാർമൽ പ്രൊവിൻസ് വികാർ പ്രൊവിൻഷ്യർ ഫാദർ റോയി കണ്ണംചിറ CMI ഉദ്ഘാടനം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ആന്റണി ഓവേലിൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ഞാറക്കാട് സെന്റ് ജോസഫ് ഇടവക സൺഡേ സ്കൂളിന്റെയും വിവിധ ഭക്തസംഘടനകളുടെയും സംയുക്ത വാർഷികവും എൻഡോമെന്റ് വിതരണവും നടത്തി. ഇടവക വികാരി ഫാദർ ആന്റണി ഓവേലിൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ കാർമൽ പ്രൊവിൻസ് വികാരി പ്രൊവിൻഷ്യൽ ഫാദർ റോയി കണഞ്ചിറ CMI ഉദ്ഘാടനം നിർവഹിച്ചു.
തുടർന്ന് മികച്ച വിജയം നേടിയവർക്കുള്ള എൻഡോമെന്റ് വിതരണവും നടന്നു. ഹെഡ്മിസ്ട്രസ് ജൂബി ജോസഫ്, വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളുടെയും മുതിർന്നവരുടെയും വൈവിധ്യമാർന്ന കലാപരിപാടികളും സമ്മേളനത്തിന് മാറ്റുകൂട്ടി. പൂമാലയുടെ സ്വന്തം നടൻ റഷ്യയുടെ പ്രൗഢഗംഭീരമായ നാടകവേദിയിലേക്ക്. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സെപ്റ്റംബർ 2-3 തീയതികളിൽ നടക്കുന്ന അലക്സാണ്ട്രിൻസ്കി രാജ്യാന്തര തിയേറ്റർ ഫെസ്റ്റിവലിലാണ് പൂമാല പാച്ചേരിൽ മല്ലു പി ശേഖർ 4 കഥാപാത്രങ്ങളായി നിറഞ്ഞാടാൻ പോകുന്നത്. റഷ്യയുടെ ദേശീയ തിയേറ്ററാണ് അലക്സാണ്ട്രിൻസ്കി. ഇന്ത്യയിൽ നിന്നും ആദ്യമായാണ് ഒരു നാടകം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. പൂമാലയുടെ സ്വന്തം നടൻ റഷ്യയുടെ പ്രൗഢഗംഭീരമായ നാടകവേദിയിലേക്ക്. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സെപ്റ്റംബർ 2-3 തീയതികളിൽ നടക്കുന്ന അലക്സാണ്ട്രിൻസ്കി രാജ്യാന്തര തിയേറ്റർ ഫെസ്റ്റിവലിലാണ് പൂമാല പാച്ചേരിൽ മല്ലു പി ശേഖർ 4 കഥാപാത്രങ്ങളായി നിറഞ്ഞാടാൻ പോകുന്നത്. റഷ്യയുടെ ദേശീയ തിയേറ്ററാണ് അലക്സാണ്ട്രിൻസ്കി. ഇന്ത്യയിൽ നിന്ന് ആദ്യമായാണ് ഒരു നാടകം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഹെൻറിക് ഇബ്സന്റെ ക്ലാസിക് കൃതിയായ പിയർ ഗിന്നിന്റെ മലയാള ആവിഷ്കാരമാണ് തൃശൂരിലെ ഓക്സിജൻ തിയേറ്റർ കമ്പനി അരങ്ങിലെത്തിക്കുന്നത്. ദീപൻ ശിവരാമനാണ് സംവിധാനം. ഇതിലെ പ്രധാന 9 അഭിനേതാക്കളിൽ ഒരാളാണ് മല്ലു. 20 വർഷമായി തൃശൂരിൽ നാടക ജീവിതവുമായി സഞ്ചരിക്കുന്ന മല്ലുവിന്റെ 2ാമത്തെ രാജ്യാന്തര നാടകയാത്രയാണ് ഇത്. 2 വർഷം മുൻപ് ചൈനയിലെ ഷാങ്ഹായിൽ വുഹാൻ രാജ്യാന്തര നാടകമേളയിലും പങ്കെടുത്തിരുന്നു. പൂമാല ഗവൺമെന്റ് ട്രൈബൽ HSSലെ വിദ്യാഭ്യാസ കാലത്ത് പ്രദേശത്തെ MI രാമൻ മെമ്മോറിയൽ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട നാടക പ്രവർത്തനങ്ങളിലൂടെയാണ് തുടക്കം. പിന്നീട് നാടകത്തിൽ സജീവമാകാൻ തൃശൂരിലേക്ക്. നാടകവുമായി ബന്ധപ്പെട്ട പുതിയ വാർത്ത, റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടക്കുന്ന അലക്സാണ്ട്രിൻസ്കി തിയേറ്റർ ഫെസ്റ്റിവലിലേക്ക് തൃശ്ശൂരിലുള്ള ഓക്സിജൻ തിയേറ്റർ കമ്പനിയുടെ പിയർ ഗിൻ എന്ന നാടകത്തിന് ക്ഷണം ലഭിച്ചിരിക്കുകയാണ്. ആ ഫെസ്റ്റിവലിൽ സെപ്റ്റംബർ മാസം 2-3 തീയതികളിൽ 2 അവതരണങ്ങളാണ് പ്രധാന വേദിയിൽ ഓക്സിജൻ തിയേറ്റർ കമ്പനിയുടെ പിയർ ഗിൻ അവതരിപ്പിക്കുന്നത്. ദീപൻ ശിവരാമനാണ് ഈ നാടകത്തിൻ്റെ സംവിധായകൻ. ഇബ്സന്റെ ഒരു ക്ലാസിക് കൃതിയാണ് ഈ നാടകം. അതിൻ്റെ മലയാള ആവിഷ്കാരമാണ് നാടകം. 20ഓളം പേരടങ്ങുന്ന കലാകാരരാണ് ഈ സംഘത്തിലുള്ളത്. അതിൽ ഞാൻ ഒരു 4 കഥാപാത്രങ്ങളുമായുണ്ട്. അതുകൂടാതെ ഈ ഓണക്കാലത്ത്, ഓണത്തിന് ശേഷം വരാൻ പോകുന്ന പുതിയൊരു അവതരണം ഊരാളി സെർക്കോ, ഊരാളി മ്യൂസിക് ബാൻഡിൻ്റെ ഏറ്റവും പുതിയ അവതരണമായ ഊരാളി സെർക്കോ. അതിൽ പാട്ടും നാടകവും സർക്കസിൻ്റെ എലമെൻസൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു കലാ പ്രകടനമാണ്. ഈ 2 അവതരണങ്ങളാണ് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഞാൻ പങ്കെടുക്കാനുള്ളത്. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും ആശംസകൾ, തിരുവോണ ആശംസകൾ. അപ്പൻ, ആഭാസം തുടങ്ങിയ 14 സിനിമകളിൽ അഭിനയിച്ചു. മ്യൂസിക്, ആക്ടിംഗ്, സർക്കസ് എന്നിവ കോർത്തിണക്കിയ ഊരാളി ബാൻഡിന്റെ പുതിയ ഷോയുടെ ഭാഗമാണ് മല്ലു. കർഷകരായ ചന്ദ്രശേഖരൻ, തങ്കമണി ദമ്പതികളുടെ മകനാണ്. രാജ്യത്തെ മിക്ക നാടകോത്സവങ്ങളിലും മല്ലു പങ്കെടുത്തിട്ടുണ്ട്. ഭാര്യ UR റാണിമോൾ വ്യവസായ വകുപ്പിൽ ക്ലർക്കാണ്. തേനൻ, നെയ്തൽ എന്നിവരാണ് മക്കൾ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ സാംസ്കാരിക വകുപ്പിന്റെ സൗജന്യ കലാപരിശീലനം ആരംഭിച്ചു. പരിപാടിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം മണക്കാട് ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടന്നു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനീഷ് സാബു ഉദ്ഘാടനം ചെയ്തു. മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ് അധ്യക്ഷത വഹിച്ചു. കേരള സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി പ്രകാരമുള്ള സൗജന്യ കലാപരിശീലനം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ആരംഭിച്ചു. പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സൗജന്യമായി കല പരിശീലിക്കുവാനുള്ള അവസരമാണ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നത്. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ മാർഗം കളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, കർണാട്ടിക് മ്യൂസിക്, മുടിയേറ്റ് എന്നിവയാണ് സൗജന്യമായി അഭ്യസിപ്പിക്കുന്നത്. പരിപാടിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം മണക്കാട് ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടന്നു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു ഉദ്ഘാടനം ചെയ്തു. മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ S സൂര്യലാൽ പദ്ധതി വിശദീകരണം നടത്തി.
ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ട്രീസ ജോസ് കാവാലത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ ജയൻ, ജിജോ ജോർജ്, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി CN ബിന്ദു, ജോയിന്റ് BDO E സിയാദ്, മണക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M മധു, TC ജോബ്, റോഷ്നി ബാബുരാജ്, ഓമന ബാബു, VB ദിലീപ് കുമാർ, ലിൻസി ജോൺ, വജ്ര ജൂബിലി ഫെലോഷിപ്പ് ക്ലസ്റ്റർ കൺവീനർ ചന്ദന മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടികൾക്ക് ഫെലോഷിപ്പ് ആർട്ടിസ്റ്റുകളായ ബിജു കലറക്കൽ, അനന്തു എബി, അനന്തു സാബു, PV കൃഷ്ണപ്രിയ, പ്രവിത പ്രഹ്ലാദൻ, അനില ചിന്നപ്പൻ, ഉമേഷ് ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ സൗജന്യ കലാപരിശീലനം ആഗ്രഹിക്കുന്നവർ ഓഗസ്റ്റ് 31 മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ക്ലസ്റ്റർ കൺവീനർ ചന്ദന മോഹൻ അറിയിച്ചു. ഫോൺ 6238268457. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി. സംസ്ഥാനത്ത് ആദ്യമായി വനം വകുപ്പിലെ വനിതാ ബീറ്റ് ഓഫീസർമാർക്കും വാച്ചർമാർക്കുമായി സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗ് മൂന്നാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സതീദേവി. വിവിധ തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും പ്രശ്നപരിഹാരത്തിനുമുള്ള ശുപാർശ സർക്കാരിന് സമർപ്പിക്കുന്നതിനുമായാണ് പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചത്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി. സംസ്ഥാനത്ത് ആദ്യമായി വനംവകുപ്പിലെ വനിതാ ബീറ്റ് ഓഫീസർമാർക്കും വാച്ചർമാർക്കുമായി സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗ് മൂന്നാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു P. സതീദേവി. കേരളത്തിലെ വനം വകുപ്പിൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ വനിതകളുടെ പ്രത്യേകമായ പ്രശ്നങ്ങൾ അവരിൽ നിന്ന് തന്നെ നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി കേരള വനിതാ കമ്മീഷൻ നടത്തിയ പബ്ലിക് ഹിയറിംഗ് ആണ് ഇന്ന് മൂന്നാർ വെച്ച് നടന്നിട്ടുള്ളത്. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് ഈ പബ്ലിക് ഹിയറിംഗ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. വനിതാ കമ്മീഷൻ വിവിധ തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കുന്നതിനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻ സർക്കാരിന് നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പബ്ലിക് ഹിയറിംഗ് എന്ന ഈ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത്. കേരളത്തിൽ വിവിധ മേഖലകളിൽ സ്ത്രീകൾ തൊഴിൽ മേഖലകളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. 2017 ഫോറസ്റ്റ് വകുപ്പിൻ്റെ ഭാഗമായി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായി വനിതകളെ കൂടെ റിക്രൂട്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും കേരളത്തിൽ ഇന്ന് 700-ൽ പരം വരുന്ന വനിതകളായിട്ടുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ ജോലി ചെയ്യുന്നു എന്നുള്ളത് വളരെ അധികം അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് പ്രത്യേകമായിട്ട് തൊഴിലിടത്തിൽ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ആണ് അവരിൽ നിന്ന് കേൾക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും തൊഴിലിടത്തിൽ ലഭ്യമാവേണ്ടുന്ന പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ, അവരുടെ ആരോഗ്യ പരിരക്ഷ, തൊഴിലിടത്തിലുള്ള സുരക്ഷിതത്വം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് അവർ അഭിമുഖീകരിക്കുന്നതെന്നും അതിന് ഏതെങ്കിലും തരത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. നിലവിലുള്ള നിയമങ്ങളുടെയെല്ലാം പരിരക്ഷ സ്ത്രീകൾക്ക് എല്ലാ തൊഴിലിടത്തിലും ലഭ്യമാവുന്നുണ്ടോ എന്നുള്ളതാണ് കമ്മീഷൻ പരിശോധിക്കുന്നത്. വിവിധ തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും പ്രശ്നപരിഹാരത്തിനുള്ള ശുപാർശ സർക്കാരിന് സമർപ്പിക്കുന്നതിനുമായാണ് പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചത്. വിവിധ തൊഴിൽ മേഖലകളിൽ പബ്ലിക് ഹിയറിംഗ് ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇടുക്കി ജില്ലയിലെ വിവിധ റേഞ്ചുകളിൽ നിന്നുള്ള വനിതാ ബീറ്റ് ഓഫീസർമാരും വാച്ചർമാരുമാണ് പബ്ലിക് ഹിയറിംഗിൽ പങ്കെടുക്കുന്നത്. ആദ്യമായാണ് വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്കായി പബ്ലിക് ഹിയറിംഗ് നടത്തുന്നത്. തൊഴിലിടങ്ങളിലെ സാഹചര്യം സംബന്ധിച്ച് വനിതാ ഓഫീസർമാർ നടത്തിയ തുറന്നുപറച്ചിൽ പരിശോധിക്കും. പബ്ലിക് ഹിയറിംഗിൽ ഉയർന്ന വിഷയങ്ങൾ പരിശോധിച്ച് സർക്കാരിന് ശുപാർശ നൽകുമെന്നും P. സതീദേവി പറഞ്ഞു. മൂന്നാർ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി അധ്യക്ഷത വഹിച്ചു. വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, VR മഹിളാമണി, വനിതാ കമ്മീഷൻ ഡയറക്ടർ ഷാജി സുഗണൻ, മൂന്നാർ DFO സാജു വർഗീസ്, വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ AR അർച്ചന എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. തൊടുപുഴ വിസ്മയ വസ്ത്രാലയത്തിൽ തകർപ്പൻ ഓണം ഓഫറുകൾ. ജെൻസ്, ലേഡീസ്, കിഡ്സ് വസ്ത്രങ്ങൾക്ക് വൻ വിലക്കുറവും 1+1 കോംബോ ഓഫറുകളും. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന വിസ്മയ വസ്ത്രാലയത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. തൊടുപുഴയുടെ വിലക്കുറവിന്റെ വസ്ത്രാലയമായ വിസ്മയ വസ്ത്രാലയത്തിൽ തകർപ്പൻ ഓണം ഓഫറുകൾ. ജെൻസ്, ലേഡീസ്, കിഡ്സ് വസ്ത്രങ്ങൾ വൻ വിലക്കുറവും 1+1 കോംബോ ഓഫറുകളുമായി ഓണം മെഗാ ഡിസ്കൗണ്ട് സെയിലിന് തുടക്കമായി. 499 രൂപയ്ക്ക് 2 കോട്ടൺ ഷർട്ടുകൾ, 499 രൂപയ്ക്ക് 2 ഡബിൾ മുണ്ടുകൾ, 399 രൂപയ്ക്ക് 2 കോട്ടൺ കുർത്തികൾ, 399 രൂപയ്ക്ക് 2 വണ്ണപ്പുറം നൈറ്റികൾ, 499 രൂപയ്ക്ക് 2 മിഡി ടോപ്പുകൾ,
2 ഫ്രോക്കുകൾ 499 രൂപ മുതലും 395 രൂപ മുതൽ ഫാൻസി സാരികൾ, 599 രൂപ മുതൽ ടിഷ്യൂ സെറ്റ് സാരികൾ, കോട്ടൺ സെറ്റുകൾ 495 മുതൽ, കോട്ടൺ ടോപ്പുകൾ വിത്ത് ലൈനിങ് 495 രൂപ മുതലും ഹാൻഡ് വർക്ക് ടോപ്പുകൾ 595 രൂപ നിരക്കിലും ലഭ്യമാണ്. കൂടാതെ ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് ഡിജിറ്റൽ പ്രിന്റ് പട്ടുപാവാട, കാന്താര സെറ്റുമുണ്ടുകൾ, റെഡിമെയ്ഡ് ബ്ലൗസുകൾ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഓണം ഓഫർ സെയിലിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഓണാഘോഷങ്ങൾക്കായുള്ള എല്ലാ പ്രായത്തിലുമുള്ള സ്കൂൾ കുട്ടികൾക്കുമുള്ള സെറ്റുമുണ്ടുകൾ, കുർത്തി, സെറ്റുപാവാട, ദാവണി എന്നിവയും ലഭ്യമാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, നല്ല കളക്ഷനാണ് ഞാൻ എടുക്കാറുള്ളത്. കുഴപ്പമില്ല, കസ്റ്റമർ സർവീസൊക്കെ ഓക്കെയാണ്. ഞങ്ങളിവിടെ സ്ഥിരം വരുന്നവരാണ്. നല്ല പിള്ളേർക്കൊക്കെ പറ്റിയ നല്ല കളക്ഷനുണ്ട്, നല്ല വിലക്കുറവ് കിട്ടുന്നതാണ്. എല്ലാവർക്കും ഏത് കുഞ്ഞു കുടുംബങ്ങൾക്കും വന്ന് മേടിക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ലൊരു കടയാണ്. എല്ലാവരും വരിക, സഹകരിക്കുക. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന വിസ്മയ വസ്ത്രാലയത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തതായി മാനേജ്മെന്റ് അറിയിച്ചു. തൊടുപുഴ വിസ്മയ വസ്ത്രാലയയിൽ ഷർട്ടിൻ്റെ ഓഫറുകളുണ്ട്. 499 രൂപ, 2 കോട്ടൺ കുർത്തികൾ 399 രൂപ, 2 ഡബിൾ മുണ്ട് 499 രൂപ, റെഡിമെയ്ഡ് ബ്ലൗസുകളൊക്കെ ഉണ്ട് 99 രൂപ മുതൽ, 2 ടോപ്പുകളുണ്ട് 499 രൂപ, 2 വണ്ണപ്പുറം നൈറ്റികളുണ്ട് 400 രൂപ, സാരികളൊക്കെ 399 രൂപ സ്റ്റാർട്ടിങ്. സെറ്റ് സാരികൾ, സെറ്റ് മുണ്ടുകൾ, കാന്താര സെറ്റ് മുണ്ടുകൾ, എല്ലാ വെറൈറ്റി കളക്ഷൻ ഓണം പ്രമാണിച്ച് തൊടുപുഴ വിസ്മയ വസ്ത്രാലയയിൽ എത്തിച്ചാണ്. എല്ലാ കസ്റ്റമേഴ്സിനും സ്വാഗതം ചെയ്യും. ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ കീരമ്പാറ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി രാഷ്ട്രീയ വിശദീകരണ യോഗവും പഞ്ചായത്ത് തല പ്രചാരണവും സംഘടിപ്പിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജോയ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് മത്തായി പീച്ചികര അധ്യക്ഷത വഹിച്ചു. പുതിയതായി പാർട്ടിയിൽ ചേർന്ന ജോസ് പെലക്കുടിയെ തൊപ്പി നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ആം ആദ്മി പാർട്ടി കീരമ്പാറ പഞ്ചായത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വിഷൻ 2025 രാഷ്ട്രീയ വിശദീകരണ യോഗവും പഞ്ചായത്ത് തല പ്രചരണവും സംഘടിപ്പിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജോയ് പുളിക്കൽ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ 12 വർഷക്കാലം കൊണ്ട് വളർന്നുകൊണ്ടിരിച്ച ഈ രാഷ്ട്രീയ പാർട്ടി ഇന്ന് കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിൽ വേരൂന്നി കഴിഞ്ഞു.
നമ്മൾ അഴിമതി കണ്ട് മടുത്തിട്ടാണ് നമ്മൾ രാഷ്ട്രീയം മാറി ചിന്തിക്കുന്നത്. നമ്മൾ മാറി ചിന്തിക്കണം. ഞങ്ങളൊക്കെ തലയിൽ വെച്ചിരിക്കുന്ന ആം ആദ്മി എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണക്കാരൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സാധാരണക്കാരുടെ ഒരു പാർട്ടിയാണ് അഴിമതി രഹിതമായി ഭരണം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ടാണ് അതിവേഗം കേരളത്തിൽ ഇത് വേരൂന്നിക്കൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ് മത്തായി പീച്ചിക്കര അധ്യക്ഷത വഹിച്ചു. പുതിയതായി പാർട്ടിയിൽ ചേർന്ന ജോസ് പെലക്കുടിയെ തൊപ്പി നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. 2 ലക്ഷം രൂപ പെൻഷൻ വാങ്ങുന്നവർക്ക് 4 ലക്ഷം രൂപ ശമ്പളം നൽകുന്ന PSCയും 4.5 ലക്ഷം ശമ്പളം വാങ്ങുന്ന 18 ചീഫ് എഞ്ചിനീയറുള്ള KSEBയുമാണ് കേരളത്തിനെ കടക്കണിയിലേക്ക് തള്ളിവിടുന്നതെന്നും മുഖ്യപ്രഭാഷണത്തിൽ ആം ആദ്മി പാർട്ടി കീരമ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോൺ ഒറവലക്കുടി പറഞ്ഞു. നിയോജക മണ്ഡലം സെക്രട്ടറി റെജി ജോർജ്, ട്രഷറർ ലാലു മാത്യു, CK കുമാരൻ, പിയേഴ്സൺ K ഐസക് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ശാന്തമ ജോർജ്, മനീഷ CV, ഷൈജു ജോൺസൺ, സുനി അവിരാപ്പാട്ട്, തങ്കച്ചൻ കോട്ടപ്പടി, ബെന്നി പുതുക്കയിൽ, വർഗീസ് KC, ഷിബു തങ്കപ്പൻ, ചെറിയാൻ പെലക്കുടി, സജി കോതമംഗലം, ഷാജൻ കളപ്പുരയ്ക്കൽ എന്നിവർ പങ്കെടുത്തു. സെക്രട്ടറി സാജൻ വർഗീസ് കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജിയുടെ അധ്യക്ഷതയിൽ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം ഉദ്ഘാടനം ചെയ്തു. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആൻസി സോജൻ മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനം കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജിയുടെ അധ്യക്ഷതയിൽ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ദേശീയ ഉത്സവം ഓണം ആചരിക്കുന്ന ചിങ്ങമാസത്തിലാണ്. അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ, നമ്മുടെ ഹൗസ്വാമികൾ ഉൾപ്പെടെ, കല്യാണങ്ങൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ എല്ലാം ആരംഭിക്കുക ചിങ്ങമാസത്തിലാണ്. ഇത് ചിങ്ങപ്പുല്ലിന് നല്ലൊരു തുടക്കമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിളവെടുപ്പിന്റെ ഒരു കാലമാണ് ചിങ്ങത്തിൽ നമ്മൾ കണക്കാക്കുന്നത്. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആൻസി സോജൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ആൻസി സിറേഖ്, ബൈജു വറവുങ്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷേർലി സെബാസ്റ്റ്യൻ, ബിബിൻ അഗസ്റ്റിൻ, MM സന്തോഷ് കുമാർ, സോണിയ ജോബിൻ, സാംസൺ അക്കക്കാട്ട്, AN ദിലീപ് കുമാർ, ലിയോ കുന്നപ്പള്ളി, റെജി ജോൺസൺ, ടെസ്സി വിൽസൺ എന്നിവരും കാർഷിക വികസന സമിതി പ്രതിനിധികളായ ജെയിൻ അഗസ്റ്റിൻ, രാജൻ KK, ജോസ് മാറാട്ടിൽ, പോൾ കുഴിപ്പിള്ളിൽ, ജെയ്സൺ ചെമ്പോട്ടിക്കൽ, സെക്രട്ടറി VA അഗസ്റ്റിൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. റിട്ടയർഡ് AFO തോംസൺ P ജോഷുവ കർഷക സെമിനാറും കാർഷിക കിസ്സും നയിച്ചു. അതുപോലെ ഗ്ലൂക്കോസ് തേങ്ങയായിട്ട് വരുന്ന സമയത്ത് അളവ് കുറയുകയും ആ ഗ്ലൂക്കോസ് ലെവൽ തേങ്ങയായിട്ട് മാറും. ഇപ്പൊ വെള്ളം പകുതിയാവും ഇല്ലേ? നമ്മൾ നേരെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇവിടെയാണ് കൃഷി ഓഫീസർ സജിത്ത് S സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബിനോയ് ജോസഫ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. ഇടുക്കി മെഡിക്കൽ കോളേജ് പരിസരം കാടുമൂടി ഇഴജന്തുക്കളുടെ താവളമായി. പരിസര ശുചീകരണ കരാറുകാരുടെ അനാസ്ഥയാണ് ഈ സ്ഥിതിക്ക് കാരണം. ഇതാകട്ടെ ഇവിടെ എത്തുന്ന രോഗികൾക്കും പൊതുജനങ്ങൾക്കും വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. കിടപ്പ് രോഗികളുടെ കൂട്ടിരിപ്പുകാരൊക്കെ രാത്രികാലങ്ങളിൽ ഭക്ഷണത്തിനും മരുന്നിനുമൊക്കെയായി പുറത്തിറങ്ങുമ്പോൾ ഇഴജന്തുക്കളെ പതിവായി കാണുന്നതായി പറയുന്നു. നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ ബ്ലോക്കിന്റെയും പ്രവർത്തിച്ചു വരുന്ന പഴയ ബ്ലോക്കിന്റെയും ഹോസ്റ്റലുകൾ, പ്രിൻസിപ്പൽ ഓഫീസ്, മറ്റനുബന്ധ ഓഫീസുകളുടെയും പരിസരങ്ങൾ അത്രയും കാടുപടലങ്ങൾ വളർന്നു നിൽക്കുകയാണ്. ഇതാകട്ടെ പലവിധ അപകടങ്ങൾക്കും കാരണമാണ്. വെള്ളാപ്പാറ ഫോറസ്റ്റ് ഡിവിഷനോട് ചേർന്ന് കിടക്കുന്ന ഇവിടെ വന്യജീവികളുടെയും ഇഴജന്തുക്കളുടെയും സാന്നിധ്യം ഏറെയാണ്. പ്രതിദിനം ആശുപത്രിയിലെത്തുന്ന 100 കണക്കിന് ജനങ്ങൾക്ക് ഇത് ഏറെ അപകടകരമാണ്. കിടപ്പ് രോഗികളുടെ കൂട്ടിരിപ്പുകാരൊക്കെ രാത്രികാലങ്ങളിൽ ഭക്ഷണത്തിനും മരുന്നിനുമൊക്കെയായി പുറത്തിറങ്ങുമ്പോൾ ഇഴജന്തുക്കളെ പതിവായി കാണുന്നതായി പറയുന്നു. ഈ മെഡിക്കൽ കോളേജിൻ്റെ പരിസരം ഇപ്പോൾ സത്യം പറഞ്ഞാൽ കാട് മൂടി കിടക്കുക. കാരണം ഇവിടുത്തെ നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ ബിൽഡിങ്ങുകളുടെയൊക്കെ പരിസരമൊക്കെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. മൊത്തം കാട് കയറിയിട്ട്. ഒന്നാമത് ഇത് വനമാണ്. പാമ്പായി, മ്ലാവായി, ഇപ്പം ചെന്നായി വരെ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഇവിടെ വരുന്ന രോഗികൾ, രാത്രിയും പകലുമൊക്കെ ആയിട്ട് വരുന്ന രോഗികൾ ഈ മൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇവിടെ ഈ കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് വിട്ടാൽ തന്നെ ഒരു പകുതി സമാധാനമാവും. ഇത് ഒന്നാമത്തെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവിടുത്തെ കരാറുകാർ ആണ് ഇവിടുത്തെ ഈ നിർമ്മാണ പ്രവർത്തനത്തിനും മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനത്തെ പോലും അട്ടിമറിക്കുന്നത്. അവരും ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് അവരുടെ ഈ നിർമ്മാണം നടക്കുന്ന പരിസരമൊക്കെ വൃത്തിയാക്കിയിടുവാനും കാട് വെട്ടിത്തെളിക്കുവാനും അവരും കൂടെ മുൻകൈ എടുക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം. ഇതുമാത്രമല്ല, പഴയ ബ്ലോക്കിൽ നിന്നും പുതിയ ബ്ലോക്കിലേക്ക് നടന്നു പോകുമ്പോഴും സമാന അവസ്ഥയാണ് ഉള്ളത്. ആശുപത്രിയുടെ പരിസരം ശുചിത്വമുള്ളതായി പരിപാലിക്കുന്നതിൽ അധികൃതർക്ക് വൻ വീഴ്ചയാണ് ഉണ്ടാകുന്നത്.
ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ നൃത്താഞ്ജലിയുടെ 21ാം വാർഷികത്തോടനുബന്ധിച്ച് നൃത്ത സംഗീത ഉത്സവം മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ചു. നൃത്താഞ്ജലി ഡയറക്ടർ സുനിൽ കുമാറിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത നർത്തകനും അധ്യാപകനുമായ സുദർശൻ കലാക്ഷേത്ര ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി VV ഷാജി, CK ലതീഷ്, അനുകുമാർ തൊടുപുഴ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സരിത സുനിൽ നൃത്ത സംവിധാനം നിർവഹിച്ചു. നൃത്ത സംഗീത പരിപാടിയും നടന്നു. ആ താളത്തിൽ ചിട്ടപ്പെട്ടു പോകാൻ നമ്മുടെ ജീവിതത്തിൽ ചിട്ടപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ മുൻപേക്ക് പോകാനുള്ള പ്രചോദനമായി കഴിഞ്ഞ 23 വർഷക്കാലത്ത് ഇപ്പോൾ രണ്ടാമത് നൃത്താഞ്ജലി പ്രവർത്തനം ഒരു അതിനപ്പുറത്ത് ഒരു സമൂഹത്തിൽ വലിയ ആളുകളെ മനുഷ്യരായി വളർത്തിയെടുക്കുന്നതിന് വലിയ പങ്ക് ഈ കലാകാരൻ വഹിച്ചിട്ടുള്ളതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ BRCയിലെ വിദ്യാലയങ്ങളിലേക്ക് കിഡ്സ് അത്ലറ്റിക് കിറ്റുകൾ വിതരണം ചെയ്തു. ചടങ്ങിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. മ്രാല സെന്റ് പീറ്റർ ആൻഡ് പോൾ ദേവാലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സായാജ്ഞ സമ്മേളനം നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ സാംസ്കാരിക വകുപ്പിന്റെ സൗജന്യ കലാപരിശീലനം ആരംഭിച്ചു. പരിപാടിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം മണക്കാട് ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടന്നു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി വനം വകുപ്പിലെ വനിതാ ബീറ്റ് ഓഫീസർമാർക്കും വാച്ചർമാർക്കുമായി സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സതീദേവി. ഇടുക്കി മെഡിക്കൽ കോളേജ് പരിസരം കാടുമൂടി ഇഴജന്തുക്കളുടെ താവളമായി. പരിസര ശുചീകരണ കരാറുകാരുടെ അനാസ്ഥയാണ് ഈ സ്ഥിതിക്ക് കാരണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.